ഹലോ, എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു 4 മണി പലഹാരം പരിചയപ്പെട്ടാലോ? ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കട്ടിപ്പത്തിരി എന്ന് പറയും. നമ്മുടെ നോർമലി നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുമല്ലോ, അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ വാട്ടി കുഴച്ചെടുക്കും. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളത് നമ്മളൊന്ന് കുഴയ്ക്കുമല്ലോ നന്നായിട്ട്. ആ കുഴയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് നാളികേരം കൂടെ ചിരവിയിടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്ത് അമ്മ ഇതുപോലെ ഉരുട്ടി വെച്ചതിന് ശേഷമായിരുന്നു കേട്ടോ ഞാൻ ഇത് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത്. അപ്പോഴത്തേക്കും എബി കണ്ടപ്പോൾ അവൻ അതിലൊന്ന് കളിക്കണം, അങ്ങനെ അവനും പരത്തണം എന്നൊക്കെ പറഞ്ഞെടുത്തതായിരുന്നു. ഇതുപോലെ ഉരുട്ടി കഴിഞ്ഞ സാധനം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കും. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ ചെയ്യാം. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് പരത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ പരത്തുന്ന ആ കുഴൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നോർമലി നമ്മൾ പത്തിരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊരു കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു കട്ടിക്കനുസരിച്ച് പരത്തിയാൽ മതി. അപ്പോൾ നോർമലി നമ്മൾ പത്തിരിക്ക് ഉരുട്ടുമ്പോൾ അത് ചെറിയ ബോളായിരിക്കും, പക്ഷേ ഇതിന് ഇത്തിരി വലിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക, എന്നിട്ട് പരത്തുക. അപ്പം അങ്ങനെയാകുമ്പോൾ കട്ടിയിൽ കിട്ടും. ഇതുപോലെ അമ്മ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്താറ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഇലയിൽ വെച്ചിട്ടും പരത്താം. അപ്പോൾ ഇലയിൽ വെച്ചിട്ട് പരത്തുമ്പോൾ വേണമെങ്കിൽ അതിലൊരിത്തിരി എണ്ണ തടവിയിട്ടൊക്കെ വാഴയിലോ അതുപോലെ നമ്മുടെ പൊടുവണ്ണി എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ അതിൻ്റെയൊക്കെ ഇല വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു 4 മണി പലഹാരം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഇതിലുള്ള ഒന്നാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ പത്തിരി പരത്തുന്നത് പോലെ പരത്തിയിട്ട് അതിൽ നാളികേരവും ഒന്നുകിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇത് കുഴച്ചതിന് ശേഷം അതിൽ വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കും. അതിന് അട എന്ന് പറയും, മടക്കിയപ്പം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അട, പൂവട എന്നൊക്കെ പറയും കേട്ടോ. അപ്പം മടക്കിയെടുക്കുന്ന അപ്പം ആയതുകൊണ്ട് മടക്കിയപ്പം എന്ന് പറയും. അപ്പം അങ്ങനെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ലാസ്റ്റ് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മ അതും കൂടെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഈ ചട്ടി ഞങ്ങൾ നമ്മുടെ നോർമലി ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, പത്തിരി ചട്ടി അല്ലെങ്കിൽ ഓട്ടട ചട്ടി എന്നൊക്കെ പറയും. ആ ചട്ടിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അത് നമുക്ക് നോർമലി നമ്മുടെ പത്തിരിയുടെ പാനൊക്കെ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പം ഞങ്ങളിതിൽ അടുപ്പിൽ വെച്ചിട്ടാട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി. കാരണം അപ്പോൾ ഞാൻ എബിയായിട്ട് അവനവിടെ മുറ്റത്ത് കളിക്കാത്തതുകൊണ്ട് അവൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ അകത്ത് വന്നപ്പോഴാണ് അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെയായിരുന്നു എടുത്തത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഒന്നും കിട്ടാഞ്ഞത് കേട്ടോ. അപ്പം നോർമലി നമ്മൾ പത്തിരിക്ക് പരത്തുന്നത് പോലെ പൊടി എടുത്തിട്ട് വെള്ളം തിളപ്പിക്കുക, ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് ഇടുക. അങ്ങനെ നോർമലി നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണോ വാട്ടിയെടുക്കുന്നത് അതുപോലെ വാട്ടിയെടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് നമ്മളത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമല്ലോ. ആ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലൊരു കുറച്ച് നാളികേരം ചിരവിയതും കൂടെ ചേർക്കുക. എന്നിട്ട് കുഴച്ചാൽ ആ നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. കഴിക്കുമ്പോൾ ആ ഒരു നാളികേരപ്പാൽ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മുടെ 4 മണി ചായക്കൊക്കെ പറ്റിയൊരു പലഹാരം കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് അട. അപ്പോൾ അത് ഞാൻ എബിക്ക് കൊണ്ടുകൊടുക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കട്ടെ ഇത് കഴിക്കുന്നു പറഞ്ഞിട്ട് അവൻ ഈ അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവന് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവനത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മടിയിൽ വെച്ചു. പക്ഷേ പിന്നെ എടുക്കാൻ അവിടെ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ.